നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പാകിസ്ഥാൻ വിമാന കമ്പനികൾക്കും വിമാനങ്ങൾക്കും ഇന്ത്യൻ വ്യോമാതിർത്തിയിൽ പ്രവേശിക്കുന്നതിനുള്ള വിലക്ക് സെപ്റ്റംബർ 24 വരെ വീണ്ടും നീട്ടിയിരിക്കുകയാണ്. ഇന്ത്യൻ വിമാനങ്ങൾക്കും വിമാന കമ്പനികൾക്കുമാണ് പാകിസ്ഥാൻ വ്യോമാതിർത്തി അടച്ചിടുന്നത് നീട്ടിയതിന് പിന്നാലെ തീരുമാനം വന്നിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് വ്യോമസേനയ്ക്ക് കേന്ദ്ര വ്യോമയാന മന്ത്രാലയം നിർദ്ദേശം നൽകി. ഇതോടെ വ്യോമാതിർത്തികൾ അടച്ചിടുന്നത് 5ാം മാസത്തിലേക്ക് നീളും. പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്നാണ് ഏപ്രിൽ മാസത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളായത്. ഏപ്രിൽ 24-ന് പാകിസ്ഥാൻ വ്യോമാതിർത്തി അടച്ചുപൂട്ടി. ഒരു മാസത്തേക്ക് ഇന്ത്യൻ വിമാനങ്ങളും വിമാന കമ്പനികളും പാകിസ്ഥാൻ വ്യോമാതിർത്തിയിലൂടെ പറക്കുന്നത് വിലക്കി. ഏപ്രിൽ 30-ന് പാകിസ്ഥാൻ വിമാനങ്ങൾക്കും വിമാന കമ്പനികൾക്കും വ്യോമാതിർത്തി അടച്ചുകൊണ്ട് ഇന്ത്യ പ്രതികരിച്ചു. പിന്നീടുള്ള ഓരോ മാസവും വ്യോമാതിർത്തി അടയ്ക്കുന്നത് തുടർച്ചയായി നീട്ടി. കാരണം കഴിഞ്ഞ സമയങ്ങളിലെല്ലാം തന്നെ ഇന്ത്യ ശക്തമായിട്ട് ഇന്ത്യയുടെ നിലപാട് ഉറപ്പിച്ചു പറയുകയാണ്. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം പല കാര്യങ്ങളിലും പാകിസ്ഥാനെതിരെ ഇന്ത്യ എടുത്തിട്ടുള്ള തീരുമാനങ്ങൾക്കൊന്നും തന്നെ യാതൊരു മാറ്റവും ഉണ്ടാവില്ല. അത് സിന്ധു നദീജല കരാറാണെങ്കിൽ കൂടി അതിലൊരു പുനരാലോചനയുടെ ആവശ്യം കൂടി ഇല്ല എന്നുള്ള കൃത്യമായിട്ടുള്ള തീരുമാനം ഇന്ത്യ അറിയിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു തീരുമാനവും ഇന്ത്യ മാറ്റില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള വിമാന കമ്പനികൾക്കും വിമാനങ്ങൾക്കും വ്യോമാതിർത്തിയിൽ വിലക്കില്ല. സെപ്റ്റംബർ 24-ന് ഇന്ത്യൻ സമയം 5:29 വരെയാണ് പുതിയ ഉത്തരവ് പ്രകാരം പാകിസ്ഥാൻ വിമാന കമ്പനികൾക്കും സൈനിക വിമാനങ്ങൾ ഉൾപ്പെടെയുള്ള വിമാനങ്ങൾക്കും ഇന്ത്യൻ വ്യോമാതിർത്തിയിൽ പ്രവേശനം വിലക്കിയിരിക്കുന്നത്. ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് 20-നാണ് ഒരു മാസത്തേക്ക് കൂടി ഇന്ത്യൻ വിമാനങ്ങൾക്കും വിമാന കമ്പനികൾക്കും സൈനിക വിമാനങ്ങൾക്കും വ്യോമാതിർത്തിയിൽ പ്രവേശനം വിലക്കിക്കൊണ്ട് പാകിസ്ഥാൻ ഉത്തരവിറക്കിയത്. ഏപ്രിലിൽ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന് ശേഷം ന്യൂഡൽഹിയും ഇസ്ലാമാബാദും തമ്മിലുള്ള ബന്ധം വഷളായതിനെ തുടർന്ന് ഏപ്രിൽ 24-ന് പാകിസ്ഥാൻ വ്യോമാതിർത്തി അടച്ചുപൂട്ടൽ ആരംഭിച്ചു. തുടക്കത്തിൽ ഒരു മാസത്തേക്ക് ഇന്ത്യൻ വിമാനങ്ങളും വിമാന കമ്പനികളും പാകിസ്ഥാൻ വ്യോമാതിർത്തിയിലൂടെ പറക്കുന്നത് വിലക്കി. ഏപ്രിൽ 30-ന് ഇന്ത്യ പ്രതികരിച്ചും പാകിസ്ഥാൻ വിമാനങ്ങൾക്ക് വിമാന കമ്പനികൾക്കും വ്യോമാതിർത്തി അടച്ചിരുന്നു. അതിനുശേഷം പ്രതിമാസ അടിസ്ഥാനത്തിൽ നോട്ടാമുകൾ പുറപ്പെടുവിച്ചുകൊണ്ട് ഇരു രാജ്യങ്ങളും ഈ അടച്ചുപൂട്ടലുകൾ നീട്ടി. ശ്രദ്ധേയമായി ഇന്ത്യയും പാകിസ്ഥാനും പരസ്പരം വിമാന കമ്പനികളെയും വിമാനങ്ങളെയും നിരോധിച്ചിട്ടുണ്ടെങ്കിലും മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള വിമാന കമ്പനികൾക്കും വിമാനങ്ങൾക്കും അവരുടെ വ്യോമാതിർത്തികൾ തുറന്നിരിക്കുന്നു എന്നുള്ള ഉത്തരവ് കൂടി ഇന്ത്യ ഇതിനൊപ്പം പറയുന്നുണ്ട്. ഇന്ത്യ പുറപ്പെടുവിച്ച പുതിയ നോട്ടം വ്യോമാതിർത്തി അടച്ചിടലിന്റെ പ്രാബല്യത്തിലുള്ള കാലയളവ് ഒഴികെ മുൻ മുന്നറിയിപ്പുകൾക്ക് സമാനമാണ്. സെപ്റ്റംബർ 24-ന് ഇന്ത്യൻ സമയം 5:29 വരെയാണ് പാകിസ്ഥാൻ വിമാന കമ്പനികൾക്കും സൈനിക വിമാനങ്ങൾ ഉൾപ്പെടെയുള്ള വിമാനങ്ങൾക്കും ഇന്ത്യ വ്യോമാതിർത്തി അടച്ചിരിക്കുന്നത്. വ്യോമാതിർത്തി അടച്ചിടലിനെ കുറിച്ച് പാകിസ്ഥാന്റെ ഏറ്റവും പുതിയ നോട്ടാമിന്റെയും കാലാവധി സമാനമാണ്. പാകിസ്ഥാന്റെ വ്യോമാതിർത്തി ലഭ്യമല്ലാത്തതിനാൽ ഇന്ത്യൻ എയർലൈനുകൾ നടത്തുന്ന ഏകദേശം 800 ആഴ്ച തോറുമുള്ള വിമാന സർവീസുകളെയും ബാധിച്ചിട്ടുണ്ട്. സാധാരണയായി വടക്കേ ഇന്ത്യയിൽ നിന്ന് പശ്ചിമേഷ്യ, കോക്കസസ്, യൂറോപ്പ്, UK, കിഴക്കൻ വടക്കേ അമേരിക്ക തുടങ്ങി സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുന്ന ഈ വിമാനങ്ങൾക്കും കൂടുതൽ റൂട്ടുകൾ തിരഞ്ഞെടുക്കേണ്ടതായി വരും. ലക്ഷ്യസ്ഥാനത്തെ ആശ്രയിച്ച് 15 മിനിറ്റ് മുതൽ നിരവധി മണിക്കൂർ വരെ യാത്രാ ദൈർഘ്യം വർദ്ധിക്കുക, ഉയർന്ന ഇന്ധന ഉപഭോഗം, ക്രൂ ഫ്ലൈറ്റ് ഷെഡ്യൂളിംഗിലെ സങ്കീർണത എന്നിവ പോലുള്ള നിരവധി പ്രവർത്തന വെല്ലുവിളികൾക്ക് ഇത് കാരണമാകുന്നു. ആത്യന്തികമായി ഈ ഘടകങ്ങൾ എയർലൈനുകളുടെ പ്രവർത്തന ചെലവ് വർദ്ധിക്കുന്നതിന് കാരണമാകുന്നു. ഇതിന് വിപരീതമായി ഇന്ത്യയുടെ വ്യോമാതിർത്തി അടച്ചിടലിന്റെ ആഘാതം പാകിസ്ഥാനിൽ വളരെ നിസ്സാരമായിരുന്നു. രാജ്യത്തെ പ്രധാന വിമാന കമ്പനിയായ പാകിസ്ഥാൻ ഇന്റർനാഷണൽ എയർലൈൻസിനെ പരിമിതമായ അന്താരാഷ്ട്ര സാന്നിധ്യമേ ഉള്ളൂ. ഇന്ത്യയുടെ അതിവേഗം വികസിച്ചുകൊണ്ടിരിക്കുന്ന വ്യോമയാന മേഖലയെ പോലെ നിലവിൽ ബുദ്ധിമുട്ടുകൾ നേരിടുന്നു എന്നതാണ് ഇതിന് പ്രധാന കാരണം. വ്യോമയാന അനലിറ്റിക്സ് കമ്പനിയായ സിറിയത്തിന്റെ ഡാറ്റ അനുസരിച്ച് കോലാലംപൂരിനും ലാഹോറിനും ഇസ്ലാമാബാദിനും ഇടയിൽ സഞ്ചരിക്കുന്നവ ആഴ്ചയിൽ 6 PIA വിമാനങ്ങൾ മാത്രമേ ഇന്ത്യക്ക് മുകളിലൂടെ പതിവായി പറന്നിരുന്നുള്ളൂ. ഇന്ത്യൻ വിമാന കമ്പനികളെ സംബന്ധിച്ചിടത്തോളം സ്ഥിതി തികച്ചും വ്യത്യസ്തമാണ്. ഇന്ത്യയുടെ പടിഞ്ഞാറൻ രാജ്യങ്ങളിലേക്കും മുൻപ് പാകിസ്ഥാൻ വ്യോമാതിർത്തി ഉപയോഗിച്ചിരുന്നവയിലേക്കും എല്ലാ പ്രധാന ഇന്ത്യൻ വിമാന കമ്പനികളും അന്താരാഷ്ട്ര വിമാന സർവീസുകൾ നടത്തുന്നു. പശ്ചിമേഷ്യ, യൂറോപ്പ്, UK, വടക്കേ അമേരിക്ക എന്നിവിടങ്ങളിലെ ലക്ഷ്യസ്ഥാനങ്ങളിലേക്കും എയർ ഇന്ത്യ സർവീസ് നടത്തുന്നു. പശ്ചിമേഷ്യ, തുർക്കി, കോക്കസ്,
മധ്യേഷ്യ എന്നിവിടങ്ങളിലേക്ക് ഇൻഡിഗോ പറക്കുന്നു. ഡൽഹിയിൽ നിന്ന് മധ്യേഷ്യൻ നഗരങ്ങളായ അൽമാറ്റി, താഷ്കന്റ് എന്നിവിടങ്ങളിലേക്കുള്ള വിമാന സർവീസുകൾ നിർത്തിവെക്കാൻ എയർലൈൻ നിർബന്ധിതരായി. കാരണം ഈ റൂട്ടുകൾ ഇപ്പോൾ അതിന്റെ നാരോ ബോഡി വിമാന കമ്പനിയുടെ പ്രവർത്തന പരിധിക്ക് പുറത്താണ്. എയർ ഇന്ത്യ എക്സ്പ്രസ്, അഗാസ എയർ, സ്പേസ് ജെറ്റ് എന്നിവയും പ്രധാനമായും പശ്ചിമേഷ്യയിലേക്കാണ് അന്താരാഷ്ട്ര വിമാന സർവീസുകൾ നടത്തുന്നത്. ശ്രീയത്തിന്റെ കണക്കുകൾ പ്രകാരം വടക്കേ ഇന്ത്യൻ വിമാനത്താവളങ്ങളിൽ നിന്നുള്ള ഏകദേശം 400 പ്രതിവാര അന്താരാഷ്ട്ര സർവീസുകളെ നിലവിൽ ഇത് ബാധിച്ചിട്ടുണ്ട്. ഡൽഹി, അമൃത്സർ, ജയ്പൂർ, ലക്നൌ എന്നിവിടങ്ങളിൽ നിന്നുള്ള പടിഞ്ഞാറൻ ഭാഗങ്ങളിലേക്കുള്ള വിമാനങ്ങൾ പരമ്പരാഗതമായി പാകിസ്ഥാൻ വഴിയാണ് പറന്നത്. ഈ വിമാനങ്ങൾക്കെല്ലാം മടക്കയാത്ര വൈകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ഡൽഹിയിലെ ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുക. ഇതിൽ ഏകദേശം 640 എണ്ണം ഇതിൽ ഉൾപ്പെടുന്നു. കൂടാതെ മുംബൈ പോലുള്ള മറ്റ് ഇന്ത്യൻ നഗരങ്ങളിൽ നിന്ന് ആരംഭിക്കുന്ന ചില അൾട്രാ ലോങ് ഹോൾ വിമാനങ്ങളും അവയുടെ റൂട്ടുകൾ പാകിസ്ഥാൻ വ്യോമാതിർത്തി കടന്നാൽ ബാധിക്കപ്പെടും. ഇന്ത്യൻ വിമാന കമ്പനികൾക്ക് സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ വളരെ വലുതാണ്. 2019 പാകിസ്ഥാൻ 4 മാസത്തിലധികം വ്യോമാതിർത്തി അടച്ചപ്പോൾ ഇന്ത്യൻ വിമാന കമ്പനികൾക്ക് ഏകദേശം 700 കോടി രൂപയുടെ നഷ്ടം സംഭവിച്ചു. ഇന്ധന ചെലവ് വർദ്ധിച്ചതും നിർബന്ധിത ദൈർഘ്യമേറിയ റൂട്ടുകൾ മൂലമുണ്ടായ പ്രവർത്തന ബുദ്ധിമുട്ടുകളുമാണ് ഈ ചെലവുകൾക്ക് പ്രധാനമായും കാരണം. പടിഞ്ഞാറോട്ട് കൂടുതൽ അന്താരാഷ്ട്ര വിമാനങ്ങൾ സർവീസ് നടത്തിയതും വടക്കേ അമേരിക്കയിലേക്ക് അൾട്രാ ലോങ് ഹോൾ സർവീസുകൾ നടത്തുന്ന ഏക ഇന്ത്യൻ എയർലൈൻ ആയതും ഇപ്പോഴും നിലനിൽക്കുന്നതുമായതിനാൽ എയർ ഇന്ത്യയാണ് അക്കാലത്ത് ഏറ്റവും കൂടുതൽ ബാധിച്ചത്. നിലവിൽ ടാറ്റ ഗ്രൂപ്പിന്റെ ഭാഗമായ എയർ ഇന്ത്യ പാകിസ്ഥാൻ വ്യോമാതിർത്തി അടച്ചിടൽ മൂലം എയർലൈൻ ഏകദേശം $600 മില്യൺ വാർഷിക നഷ്ടം ഉണ്ടാകുന്നുവെന്നും സർക്കാരിനെ അറിയിച്ചിരുന്നു. സമീപ വർഷങ്ങളിൽ മറ്റ് ഇന്ത്യൻ എയർലൈനുകൾ, പ്രത്യേകിച്ച് ഇൻഡിഗോ, വിവിധ ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് സർവീസ് നടത്തുന്നതിനായി നിലവിലുള്ള നാരോ ബോഡി ജെറ്റ് വിമാനങ്ങൾ ഉപയോഗിച്ച് അവരുടെ അന്താരാഷ്ട്ര ശൃംഖലകൾ വികസിപ്പിച്ചിട്ടുണ്ട്. ശ്രദ്ധേയമായ മധ്യേഷ്യ, കോക്കസ്, തുർക്കി എന്നിവിടങ്ങളിലേക്ക് സർവീസ് നടത്തുക ഏക ഇന്ത്യൻ എയർലൈനാണ് ഇൻഡിഗോ. ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ ആ തീരുമാനത്തിൽ നിന്ന് ഇന്ത്യക്ക് പെട്ടെന്നൊന്നും പിന്നോട്ട് വരാൻ സാധിക്കില്ല. അത് നമ്മുടെ സുരക്ഷയെ കൂടി ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഏതായാലും പാകിസ്ഥാനെതിരെ ദിനം പ്രതി കർശനമായിട്ടുള്ള നീക്കങ്ങൾ തന്നെയാണ് ഇന്ത്യ നടത്തുന്നത്. വളരെ പ്രകോപനപരമായിട്ടുള്ള പല വാക്കുകളും പാകിസ്ഥാനും ഇന്ത്യയെ നോക്കി ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അതിനൊക്കെ തന്നെ ഇന്ത്യ കൃത്യമായിട്ട് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ നമ്മുടെ വ്യോമാതിർത്തി പാകിസ്ഥാൻ വിമാനങ്ങൾക്ക്, വിമാന കമ്പനികൾക്കൊക്കെ തന്നെ സെപ്റ്റംബർ 24 വരെ കൂടി അടച്ചിടുന്ന തീരുമാനം വരുന്നത്.